എന്നതിൻ്റെ ചെറിയൊരു മുളിപ്പാട്ടോടുകൂടി വീഡിയോ അങ്ങ് തുടങ്ങി. ഈ ഡാഡിയെ വിട്ടുന്ന മീൻ നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച എല്ലാ ഫ്രൈഡേയിലും ഇവിടെ ഫിഷ് മാർക്കറ്റിൽ മീൻ വരാറുണ്ട്. ഞാൻ എന്തോ ഈ പറയുന്നത്, ഫിഷ് മാർക്കറ്റിൽ പിന്നെ ഫിഷ് അല്ലാതെ വേറെ എന്താ കിട്ടുന്നേ? എന്നാ പിന്നെ ഈ മീൻ മേടിക്കാൻ പോയ വീഡിയോ ഒന്ന് കണ്ടാലോ? അയ്യോ, അങ്ങനെ കുട്ടായിനെ വിളിച്ചപ്പോഴത്തേ കുട്ടായി പേടിച്ചു പോയെന്ന് തോന്നുന്നു. ഇച്ചായനും ഡാഡിയും ഇവര് രണ്ടുപേരും കൂടിയാണ് ഇത് ഫുൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു സഹായവും വേണ്ട എന്നാണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. ക്യാമറ അടുത്തോട്ട് ചെന്നപ്പോ പാപ്പ വിചാരിച്ചത് ഫോട്ടോ എടുക്കുമെന്നായിരിക്കും. ഡാഡി ഇച്ചായനും കുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ കിച്ചണിൽ തന്നെ ഇരുന്ന് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അവർക്കാണെങ്കിൽ ബോറടിക്കത്തില്ലല്ലോ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോ. അങ്ങനെ ഇവിടെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചതിന്റെ മസാലയൊക്കെ റെഡിയായി. ഡാഡി, UK മീൻ വെട്ടിയപ്പോ ഡാഡിക്ക് എന്താ തോന്നുന്നത്? ഞാനിതുവരെ ആദ്യമായിട്ടായിപ്പോ മീൻ വെട്ട് ഇതുപോലുള്ള UK വന്നിട്ട് ഡാഡി എൻജോയ് ചെയ്തോ? വെട്ടിക്കഴിഞ്ഞപ്പോ എൻജോയ് ആയി, വെട്ടിക്കൊണ്ടിരുന്നപ്പോ തന്നെ. മമ്മി, മീൻ ചന്ത പോയപ്പോ മമ്മിക്ക് എന്താ തോന്നിയേ? എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലെ പോലെ വലിയ ചന്തയല്ലെന്നേ ഉള്ളൂ, എന്നാലും എല്ലാ സൈസിലും മീനൊക്കെ ഉണ്ടായിരുന്നു. നല്ല മീനായിരുന്നു. എല്ലാം നല്ല മീനായിരുന്നു അല്ലേ? എല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന മീനൊക്കെ ഉണ്ടായിരുന്നു അവിടെ? നാട്ടിൽ കാണുന്ന മീന് ഇത് നങ്ക ഉണ്ടായിരുന്നു. പിന്നെ എന്തുവാ ഇത് അതിന്റെ പേരെന്തോ നമ്മൾ പൊളിക്കുന്നതിന്റെ ഏതാ ഇച്ചായ മമ്മി ഉദ്ദേശിക്കുന്നത്? ഞണ്ടുണ്ടായിരുന്നു. പിന്നെ വേറെ 3 ദിവസം മീനുണ്ട്, പക്ഷെ അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. എന്താ കഴിക്കുന്നേ? മാംഗോ ആണ് ഇത്. ഇത് മാംഗോ അല്ല. പാപ്പന്റെ കയ്യിൽ എന്താ കിടക്കുന്നേ? കൈ കാണിച്ചേ. കയ്യില് എന്റെ പാപ്പ കെട്ടിയേക്കുന്നേ. ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, പാപ്പുന്റെ കൈ നിറച്ച് വളയും വാച്ചും, കൈ പോലും ശരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷെ അവക്ക് ഇത്രയും വളയൊക്കെ വേണം കേട്ടോ. അവളെ ഇങ്ങോട്ട് ചോദിക്കും, എന്റെ വള ഇന്ത്യയെ എനിക്ക് പൊട്ട് തൊട്ടുതാ, അങ്ങനെയൊക്കെ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേ അതൊക്കെ. അതിന്റെ ഇടയ്ക്ക് കുട്ടായി പാലൊക്കെ കുടിച്ച് ഉറങ്ങിപ്പോയി. അങ്ങനെ ഫിഷ് പൊള്ളിച്ചതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഷാലോ ഫ്രൈ ഒക്കെ ചെയ്ത് മസാലയൊക്കെ പുരട്ടി ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും കുക്ക് ചെയ്യാനും കഴിക്കാനും നല്ല ഇഷ്ടമുള്ള 2 പേരാണ്. ചായ എല്ലാരും പിടിച്ചു, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. മമ്മിയും ഡാഡി നമ്മുടെ ഫിഷ് മാർക്കറ്റ് കണ്ടിട്ട് എന്ത് പറഞ്ഞു? അടിപൊളിയല്ലേ, സെറ്റാ. മമ്മിയാണെങ്കിൽ അവിടെ മത്തിയൊക്കെ ഉണ്ടോ ചോദിച്ചാൽ പക്ഷെ മത്തിയൊക്കെ തീർന്നു. പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് പോരുന്നു. മറ്റേ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നോ? സ്കൂളിന്റെ ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു. ഇഷ്ടമായിരുന്നു. നമ്മള് കഴിച്ചിട്ട് എന്റെ വിവരം പറയാം. എങ്ങനെയുണ്ടെന്നല്ല. അടിപൊളിയായിരിക്കുമല്ലോ ഇച്ചാരെല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം.
അങ്ങനെ ഞങ്ങളുടെ വൈകിട്ടത്തെ ഡിന്നർ റെഡിയായി. ഫിഷ് പൊള്ളിച്ചതിന്റെ കൂട്ടത്തില് പൊറോട്ടയായിരുന്നു ഞങ്ങൾ കൂടെ എടുത്തത്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു ഡിന്നർ.